ബഹ്റൈനിലുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു മരണം. ബഹ്റൈനിൽ സേവനത്തിലുള്ള UAE സൈന്യത്തിലെ കരാർ തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടത്. മൊറോക്കൻ സ്വദേശിയാണ് കൊല്ലപ്പെട്ടതെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുരേഷ്, എപ്പോഴാണ് ആക്രമണം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? ആര്യ, ബഹ്റൈനിൽ UAEയുടെ കൂടി സൈന്യം ചേർന്നിട്ടാണ് ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കുന്ന ദൗത്യസേന ഉള്ളത്. ഈ ദൗത്യസേനയിലേക്കാണ് ഇറാന്റെ ഭാഗത്തു നിന്നും മിസൈൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ ഇപ്പോൾ ഒരു മരണമാണ് സ്ഥിരീകരിക്കുന്നത്. ഇതോടൊപ്പം മൊറോക്കൻ സ്വദേശി, നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ മൊറോക്കൻ സ്വദേശിയായിട്ടുള്ള സൈനിക സേവനം നടത്തുന്ന കരാർ തൊഴിലാളി എന്നതാണ് UAE പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. ബഹ്റൈൻ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു സൈനികന്റെ മരണം ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ UAE സ്വദേശികളായിട്ടുള്ള 5 സൈനികർക്ക് ഈ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹ്റൈൻ സൈനികർ കൂടി ഈ സംഘത്തിലുണ്ടായിരുന്നു. സംയുക്ത ദൗത്യ സംഘമാണ് ഇത്. ബഹ്റൈനിലുള്ള ചില സൈനികർക്കും പരിക്കേറ്റതായ റിപ്പോർട്ടുണ്ട്. ഏതായാലും വലിയ ആക്രമണം, നേരിട്ടുള്ള മിസൈൽ ആക്രമണമാണ് ഈ സംഘത്തിന് നേരെ ഉണ്ടായത്. ഇക്കാര്യം 2 രാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. വലിയ ശക്തമായിട്ടുള്ള തിരിച്ചടി ഈ ആക്രമണത്തിന് നൽകുമെന്ന് ബഹ്റൈൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മരിച്ചിട്ടുള്ള ഈ മൊറോക്കൻ സ്വദേശിയുടെ കുടുംബത്തോട് ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ കണ്ടിരുന്ന ആദ്യ വാർത്ത എന്ന് പറയുന്നത് കുവൈറ്റിന്റെ വൈദ്യുത വിതരണ ശൃംഖലയ്ക്ക് നേരെ നടന്നിട്ടുള്ള ഇറാന്റെ ആക്രമണമായിരുന്നു. അത് നിരവധി മേഖലകളെ കുവൈറ്റിന് ഇപ്പോഴും ഇരുട്ടിലാക്കിയിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം അവസ്ഥയിൽ ഇവിടെ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിൽക്കുമ്പോഴാണ് സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കി നേരിട്ടുള്ള ആക്രമണം നടത്തുന്നത്. ശരി.